നമസ്കാരം. ഹോർമൂസിന് സമാന്തരമായി മറ്റൊരു ജലപാതയുണ്ടാക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഭാരതവും അമേരിക്കയും ഒക്കെ. എന്തായാലും ഇത് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസിൽ ഡീമൈനിങ് ഓപ്പറേഷൻസ് അമേരിക്ക ആരംഭിച്ചു. ജല ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, സീ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അമേരിക്ക തുടക്കമിട്ടിരിക്കുകയാണ്. എന്തായാലും സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഉടനടിയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇറാൻ ആദ്യത്തെ ചർച്ച അലസി പിരിഞ്ഞതിന് ശേഷം ഹോർമൂസ് തുറമുഖത്തിന് നേരെ അമേരിക്കയുടെ ഒരു ഉപരോധം നടപ്പിലാക്കുകയുണ്ടായി. ഈ ഉപരോധത്തിനെ തുടർന്ന് നേരത്തെ ഇറാനുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ സൗഹൃദ സഖ്യരാജ്യങ്ങൾക്ക് ഇതുവഴി ഹോർമൂസ് വഴിയുള്ള ഒരു ജലഗതാഗതം സാധ്യമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഒരു രാജ്യങ്ങളുടെയും കപ്പൽ അതുവഴി കടത്തിവിടാനാകില്ല എന്ന തീരുമാനത്തിലായിരുന്നു ഇറാൻ. ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പൽ ഇന്ന് തടയുകയുണ്ടായി. എന്തായാലും ഇത് വലിയൊരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ചൈനയുടെ കൂടി കപ്പലും ഇന്ത്യയുടെയും കപ്പൽ തടയുന്നതോടുകൂടി കൂടുതൽ ശത്രുക്കളെ ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും ഇറാൻ്റെ ഒരു പോക്ക് അത് അത്ര നല്ല നിലയിലേക്ക് അല്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. അതായത് ഈ ഒരു രീതിയിലാണ് ഇറാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഒറ്റപ്പെടുകയും ഇറാൻ അടിമുടി കത്തിത്തീരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും വിചാരിച്ച രീതിയിൽ കൂടി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാൻ്റെ മന്ദബുദ്ധിത്തരം കാരണം, ഇറാൻ്റെ വിഡ്ഢിത്തരം കാരണം ലോകരാജ്യങ്ങളുടെ ഒരു വെറുപ്പ് തന്നെ ഇറാൻ സമ്പാദിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനെ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടുവാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ശക്തമായി രംഗത്തുണ്ട്. ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയാണ് ഇറാന് നേരെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം മസൂദ് പെഷഷ്കിയാൻ ആദ്യം ഞങ്ങളെ ഈ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തിരിച്ച് ആക്രമിക്കില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇറാൻ ചെയ്യില്ലായിരുന്നു, പക്ഷേ ഇറാനെ ആക്രമിച്ച സ്ഥിതിക്ക് ഇനി ചർച്ചയില്ല എന്ന തരത്തിലൊക്കെയാണ് ഇറാനും പറയുന്നത്. പക്ഷേ ഇറാൻ്റെ ഇത്തരം തീരുമാനങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള നിലനിൽപ്പും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും ഇറാൻ്റെ ഈ ഒരു ദുർബലമായിട്ടുള്ള സൈന്യം വെച്ചുകൊണ്ട് ഇറാൻ ഇനിയും മുന്നോട്ട് പോയാൽ, നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പിന്തുണ ഇറാന് ലഭിച്ചിരുന്നു, പക്ഷേ ഇനി റഷ്യയുടെയും ചൈനയുടെയും ഒന്നും പിന്തുണ ഇറാന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയധികം രാജ്യങ്ങളെ വെറുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇറാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഇറാന് നേരെ ഒരു ശക്തമായ ആക്രമണത്തിന് തന്നെയാണ് ഈ അമേരിക്കയും ഇസ്രായേലും ഒരു തുടക്കമിട്ടിരിക്കുന്നത്. നേരത്തെ മാൻഹാം 3, മാൻഹാം 7 പോലുള്ള ചൈനീസ് നിർമ്മിത മൈനുകൾ അവിടെ കൊണ്ടുവന്ന് ഇറാൻ സ്ഥാപിച്ചിരുന്നു. കടലിന് അകത്തേക്കും കടലിൻ്റെ അടിത്തട്ടിലും അതോടൊപ്പം തന്നെ കടലിൻ്റെ മുകളിലായിട്ടും ഉപരിതലത്തിലും ഇത്തരത്തിലുള്ള മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. എന്തായാലും ഈ രീതിയിൽ ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഹോർമൂസ് അടച്ചിട്ടിരുന്നത്. പക്ഷേ അതിനൊന്നും അധിക നാളത്തെ ആയുസ്സില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ലോകരാജ്യങ്ങൾ ഇതിനെതിരെ ഇറങ്ങിയാൽ, എന്തായാലും ഇതിനോടകം തന്നെ ഇറാൻ അടിമുടി തകർന്നിരിക്കുന്നു. ഇറാൻ്റെ എല്ലാ സ്ഥാപന ജംഗമങ്ങളും കത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഖാർഗ് മേഖലയിലെ എണ്ണക്കിണറുകളുടെ ആയാലും അല്ലെങ്കിൽ സ്റ്റീൽ ഫാക്ടറിയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയോ, ഇറാൻ അങ്ങനെ മൊത്തത്തിൽ ഇറാൻ്റെ വരുമാന സ്രോതസ്സ് മുഴുവൻ അടഞ്ഞു. ഇറാൻ ആ കൂടെ സഹായം കൊണ്ടായിരുന്നു മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതുകൂടി ഇറാൻ വെറുപ്പിച്ച സ്ഥിതിക്ക് IRGCക്ക് ആകെ പണി കിട്ടി എന്നുള്ള നിലയിലാണ്. അതോ ഇനി ഇതിൻ്റെ പിന്നിൽ ചൈനയുടെ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതിനെക്കുറിച്ചും വ്യക്തമാകേണ്ടതുണ്ട്. എന്തെങ്കിലും ഷാഡോ ഫ്ലീറ്റ് വഴിയോ മറ്റോ ചൈനയിലേക്ക് എണ്ണ എത്തിക്കുന്നുണ്ടോ എന്നും ഇനിയും തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം ഇറാന് അത്രത്തോളം സുരക്ഷിതമല്ല. ഇറാന് നേരെ ശക്തമായ ആക്രമണ മുഖം തുറന്നിരിക്കുകയാണ് ഭാരതം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇറാനോട് സംസാരിച്ചിട്ടുള്ളത്. ഇസ്രായേലും അമേരിക്കയും വളരെ ശക്തമായിട്ടുള്ളൊരു പോർമുഖം തന്നെയാണ് തുറന്നിട്ടുള്ളത്. ഇറാൻ്റെ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ ഇന്ന് ഇന്ത്യ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ശരിയായ നിലയിലല്ല എന്ന് ഇന്ത്യ പറയുകയുണ്ടായി. വിക്രം മിസ്രിയാണ് ഇന്ന് ഇറാൻ്റെ അംബാസഡറായ മുഹമ്മദ് ഫത്താലിയെ വിളിച്ചത്. ഇറാനെ ഈ വിഷയം ധരിപ്പിക്കാമെന്നും അംബാസഡർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് പ്രശ്നം രമ്യതയിൽ കലാശിച്ചു എങ്കിൽ മാത്രമേ ലോകരാജ്യങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെ ആകാനുള്ള സാധ്യത വളരെ വിരളമാണ്. എന്തായാലും ഇറാന് ഇനിയുള്ള കാലം കഷ്ടകാലം എന്നേ പറയേണ്ടതുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക്
10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.